പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ, പ്രധാനപ്പെട്ട ഒരു വിവരം പങ്കുവെക്കാനുണ്ട്. ഡോക്ടർ അരുൺ, ഫൈനൽ മത്സരത്തിന്റെ ട്രാക്ക് വിവരങ്ങൾ ലഭിച്ചിരിക്കുന്നു. ഒന്നാം ട്രാക്കിൽ മേൽപ്പാടം, ഫൈനലിൽ ഒന്നാം ട്രാക്കിൽ മേൽപ്പാടം, പള്ളാത്തുരുത്തി ചുണ്ടൻ തുഴയുന്ന മേൽപ്പാടം ഒന്നാം ട്രാക്കില്. രണ്ടാം ട്രാക്കില് വിയപുരം യുണൈറ്റഡ് ബോട്ട് ക്ലബ് ഫാൻസ് ക്ലബിന്റെ വിയപുരം രണ്ടാം ട്രാക്കില്. മൂന്നാം ട്രാക്കില് അരോമ, നാലാം ട്രാക്കില് നടുഭാഗം, 4 കളിവള്ളങ്ങൾ. ഒന്നാം ട്രാക്കിൽ മേൽപ്പാടം, രണ്ടാം ട്രാക്കിൽ വീരു, മൂന്നാം ട്രാക്കിൽ അരോമ, നാലാം ട്രാക്കിൽ നടുഭാഗം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അങ്ങനെ ഫൈനലായി കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ പറഞ്ഞതുപോലെ അനാരിക്കൊന്നും അടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഫൈനൽ മത്സരത്തിലേക്ക് അടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഫൈനൽ മത്സരത്തിന്റെ ട്രാക്ക് വിവരങ്ങൾ ലഭ്യമാവുകയാണ്. ഒന്നാം ട്രാക്കിൽ മേൽപ്പാടം, രണ്ടാം ട്രാക്കിൽ വിയപുരം, മൂന്നാം ട്രാക്കിൽ അരോമ, നാലാം ട്രാക്കിൽ നടുഭാഗം. അനാരിയെ കാണാനില്ല, നിരടത്തെയും കാണാനില്ല അല്ലെ? അതെ, നിരടമൊന്ന് നോക്കി വെച്ചോളാൻ ഡോക്ടർ അരുൺകുമാർ പറഞ്ഞിരുന്നു. ഈച്ചിൽ ഒന്നാമതായിരുന്നു, നോക്കി കണ്ടു പോയി. അതെ, നോക്കി കണ്ടുപോയി എന്നതാണ് ചരിത്രം. അപ്പൊ മേൽപ്പാടൻ, വിയപുരം, അരോമ, നടുഭാഗം ചുണ്ടനുകൾ അണിനിരക്കുന്ന ഫൈനലിന്റെ ട്രാക്ക് വിവരങ്ങൾ പുറത്തു വരികയാണ്. പ്രിയ പ്രേക്ഷകരെ, ഈ സമയം കൂടി നമുക്കൊന്ന് കൊടുക്കാൻ പറ്റുമെന്നെങ്കിൽ അതായിരിക്കും. ടി വി പ്രസാദ് 1, 2, 3, 4 ട്രാക്കുകൾ. പ്രിയപ്പെട്ടവരെ, ഫൈനലിലെ ട്രാക്ക് ഒന്ന് മനസ്സിൽ വെച്ചോളൂ. മേൽപ്പാടം, വിയപുരം, അരോമ, നടുഭാഗം. അരുൺ എന്തോ പറയുന്നു. ഇവരിൽ ഏറ്റവും വേഗത ആർക്കായിരുന്നു? അരുൺ കേൾക്കാമെങ്കിൽ ഇത്തവണത്തെ ഒരു പ്രശ്നം സമയം പരസ്യമാക്കുന്നില്ല ഇറിഗേഷൻ വകുപ്പ് എന്നുള്ളതാണ്. നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ തവണ സമയത്തിന്റെ പേരിൽ വലിയ തർക്കമുണ്ടായിരുന്നു. അതുകൊണ്ട് നിലവിൽ ഇതുവരെ സ്ക്രീനിൽ എവിടെയും എത്രയാണ് സമയം എന്നുള്ളത് വ്യക്തമായി കാണിച്ചില്ല. നിലവിൽ നമുക്ക് കിട്ടുന്ന നടുഭാഗവും വിയപുരവും അരോമയുമാണ്. മേൽപ്പാടം 4:14 കാണിക്കുന്നുണ്ട്. മേൽപ്പാടം 4.4, നടുഭാഗം ഔദ്യോഗിക കണക്കിലേക്ക് വന്നു എന്ന കാര്യത്തിൽ സംശയമുണ്ടരും. ഔദ്യോഗിക കണക്ക് ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ നിലവിൽ മേൽപ്പാടം, നടുഭാഗം, വിയപുരം, അരോമ നിരടം 4.28 ആയിരുന്നു. അതുകൊണ്ടാണ് പിന്നീട് പോകാൻ പോയത്. വിയപുരം 4.20 അറിയുന്നു. ഔദ്യോഗിക കണക്കുകൾ പുറത്തു വരേണ്ടതുണ്ട്. നിരടം 4.28 ആയിരുന്നു. അതെ അതെ അതെ. മേൽപ്പാടത്തിന്റെ കാര്യത്തിൽ മേൽപ്പാടത്തിന്റെ കാര്യത്തിൽ 4.14 ആണോ 4.17 ആണോ എന്ന കാര്യം ഉറപ്പിച്ചില്ല. നടുഭാഗം 4.15 ആണോ 4.26 ആണോ എന്ന കാര്യം ഉറപ്പിച്ചില്ല. വിയപുരം 4.20 എന്ന് പറയുന്നു. അരോമ 4.25 ആണോ 4.27 ആണോ എന്ന കാര്യം ഉറപ്പിച്ചില്ല. അല്പസമയത്തിന് എന്നകം തന്നെ ഒഫീഷ്യൽ കൺഫർമേഷൻ പ്രതീക്ഷിക്കാം. പക്ഷേ അരുൺ ഉറപ്പിക്കുന്നു, ഈ 4 ടീമുകൾ, ഈ 4 ചുണ്ടനുകൾ, മേൽപ്പാടം, നടുഭാഗം, വിയപുരം, അരോമ വൈകിട്ട് 5 മണിക്ക് ശേഷം നടക്കുന്ന ഫൈനൽ മത്സരത്തിൽ മാറ്റുരയ്ക്കുമെന്ന കാര്യം ഉറപ്പാണ്. ചെറുവള്ളങ്ങളുടെ ഫൈനൽ മത്സരം ഇതാ ആരംഭിക്കാൻ പോവുകയാണ്. ആ പുന്നമടയിൽ ഇതാ ആവേശം വിതറിക്കൊണ്ട് മഴയുണ്ടായിരുന്നു. ഇനി ചെറുവള്ളങ്ങളുടെ ഫൈനൽ മത്സരങ്ങൾക്ക് അരങ്ങൊരുങ്ങുകയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും നമുക്ക്.